ഹലോ ഗൈസ്, വിജയ് ലോക്കൽ ടൈൽസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നലെ ആ ഒരു പമ്പിലാണ് കിടന്നിരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കുറേ വെള്ളം കണ്ടപ്പോഴേ ആ ഒരു വഴി ഇങ്ങനെ നടക്കാൻ വന്നതാണ്. രാവിലെ ഇപ്പോൾ 8 മണി ആവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇത് നമ്മുടെ കഞ്ചാവിൻ്റെ ഇല പോലെ ഇല്ലേ, പക്ഷെ ഇത് കഞ്ചാവല്ലത്, ഇത് വേറെ പൂവൊക്കെ ഉള്ള ഒരു സംഭവമാണിത്. ഇത് ഞാൻ വരുന്ന വഴിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പാങ്ക് അങ്ങനത്തെ ഒരു ഇല ഇതാണെന്ന് പറഞ്ഞു. സെയിമാണ്, പക്ഷെ കഞ്ചാവല്ല. ഇഷ്ടം പോലെ ഉണ്ടാവും. ഇല കണ്ടാൽ ശരിക്കും കഞ്ചാവാ ഈ ചീഞ്ഞ മണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജമ്മു കാശ്മീരിലാണുള്ളത്. ഇത് ഭാരത്ഗർ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ഞാനിനി ഉധംപൂർ അതേപോലെ ശ്രീനഗർ ആ റൂട്ടാണ് പോണത്. ഉധംപൂർ എത്തിയിട്ട് വേണം നമുക്ക് ടയർ ഒന്ന് മാറ്റാൻ, ബാക്ക് ടയർ. ഇവിടെയൊക്കെ ഓഫ് റോഡ് പോലുള്ള റോഡുകളാണ് കേട്ടോ. ഇത് ഒരു ഇട റോഡാണ്, പക്ഷേ ടാറിട്ട റോഡാണെങ്കിലും അത്ര പെർഫെക്റ്റ് റോഡല്ല. അപ്പോൾ ആ റോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ ഇന്നലെ രാത്രി ആ റോട്ടിലൂടെയാണ് കയറിയത്. പിന്നെ ഈ പമ്പിൽ ഉറങ്ങാനുള്ള സൗകര്യം കിട്ടിയപ്പോൾ അങ്ങനെ സൈഡാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻ്റൊന്നും ഞാൻ എടുക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. അതുകൊണ്ട് ബാഗ് കെട്ടാനൊന്നുമില്ല, സമയമൊന്നും അങ്ങനെ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ യാത്ര തുടങ്ങാം. കേരള ടു ലഡാക്കിൽ ഇപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വൈബുള്ള സ്ഥലമില്ലേ, ആ സ്ഥലങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ. സാധാരണ റോഡ്, വീട്, കാട് അങ്ങനെയൊക്കെ തന്നെ ഒരു ഇത് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു വ്യൂവിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. കേരള ടു ലഡാക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് മൂവായിട്ട് ഞാനൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിട്ടാ. അപ്പോൾ നോക്ക് പൊരിഞ്ഞ മഴ. അയ്യോ, ഒരു രക്ഷയില്ല, പൊരിഞ്ഞ മഴ. അങ്ങനെ ചായ കുടിക്കുകയാണ്. നമ്മുടെ സ്ഥിരം ആലു പൊറോട്ടയും ചായ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ആ ചെറിയ ടൗണിൽ നിന്ന് ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ റോഡ് സൈഡിലൊക്കെ നല്ല കലക്ക വെള്ളമാണ് താഴത്ത് കൂടെ ഒഴുകണത്. ഇത് ചെറിയൊരു പാലമാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു റൂട്ട് പിടിക്കണത് ഉധംപൂരാണ്. അവിടെ എത്തിയിട്ടാണ് ടയർ ചേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ നോക്കട്ടെ, അവസ്ഥ കണ്ടില്ലേ, നല്ല മഴയാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ റോഡ് സൈഡിൽ വലിയ മലകളാണ്. ഇവിടെ എത്തിയപ്പോൾ നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. ഇവിടുത്തെ എയർടെൽ സിം എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നെറ്റ്വർക്ക് ഇല്ല. മഴ പെയ്യുന്നുണ്ട്. താഴത്ത് വലിയൊരു തോടുണ്ട്, വലിയൊരു കലക്ക വെള്ളമാണ് ഒഴുകണത്. ഓക്കെ, മുന്നോട്ട് പോവാം. റെയിൻകോട്ട് എന്തായാലും ഇടാം. മഴയാണ് മക്കളെ. ഇതൊക്കെ റോഡ് സൈഡിൽ അത് വേറൊരു ആ കുന്നിൻ്റെ അങ്ങോട്ടുള്ളൊരു റൂട്ടാണത്. ആ ബ്രിഡ്ജ് നോക്ക്, താഴത്തുള്ള വ്യൂ നോക്ക്. ഇതങ്ങനെ തിരക്കുള്ള റൂട്ടൊന്നും അല്ല. പിന്നെ റോഡുകളാണെങ്കിലും കണ്ടില്ലേ, ഇങ്ങനെ കുഴികളും അങ്ങനെയൊക്കെയാണ്. ഞാൻ മഴയായ കാരണമാണ് ഇപ്പോൾ റോഡ് വ്യൂ എടുക്കാൻ പറ്റാത്തത്. അവിടെ ഒരു ബ്രിഡ്ജും അത് അങ്ങോട്ടേക്കുള്ളതാണ്. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം കൂടി വന്നു. ഇത് ശരിക്കും ചുരം കയറുകയാണ് കേട്ടോ. മല കയറി റോഡ് വളരെ മോശമാണ്. ഞാൻ പിന്നെ ജമ്മു വഴി പോകാമെന്ന് വെച്ചാൽ കുറച്ച് കിലോമീറ്റർ കൂടുന്നു വിചാരിച്ചാണ് ഈ റൂട്ട് വന്നത്. ശരിക്കും ഈ റൂട്ട് വരണ്ടായിരുന്നു, ജമ്മു വഴി പോകുമായിരുന്നു നല്ലത്. ഈ റൂട്ട് പിന്നെ ചുരവും മലയും റോഡ് സൈഡിലൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞിട്ടും മഴ പെയ്തിരിക്കുകയല്ലേ, അങ്ങനെ ഒരു സീനുള്ള റോഡാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ റോഡ് സൈഡിൽ ഒരു അമ്പലം, അവിടുന്ന് ഒരു പ്രസാദം എനിക്ക് തന്നു. ഞാൻ ഇങ്ങനെ സൈഡാക്കി നിന്നപ്പോൾ ഒരു പ്രസാദം, ചെറിയൊരു മധുരമൊക്കെ ഉള്ള ഒരു പ്രസാദം ഞാനിവിടെ ഇങ്ങനെ സൈഡാക്കി നിന്നപ്പോൾ ആദ്യം ബസ്സിലുള്ള ആൾക്കാർക്ക് ആൾ കൊടുക്കുന്ന കണ്ടു. ഞാൻ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവിടെ നിൽക്കാണ്ടപ്പോൾ എനിക്കും കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ സൈഡിലാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ കൂടെ മുന്നോട്ട് വന്നു കേട്ടാ. നമ്മുടെ റോഡൊക്കെ വളരെ മോശമാണ്, പക്ഷേ ഇവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞാനിങ്ങനെ സൈഡാക്കിയത്. കണ്ടില്ലേ, കോട കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയുണ്ട്. ഒരു ബസ് വരെയുണ്ട്. ഇവിടുത്തെ കുട്ടി ബസ്സുകളാണ്, ഒക്കെ ചെറിയ ചെറിയ ബസ്സുകളാണ്. അപ്പം നല്ല മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അതാണ് റോഡ് വ്യൂ ഞാൻ എടുക്കാൻ പറ്റാത്തത്. പക്ഷേ ഏകദേശം മഴ ഇപ്പം നിൽക്കും, മിക്കവാറും നിൽക്കും. ഇതാ അവിടെ നിന്നൊക്കെ നല്ല കോട വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉധംപൂർ റൂട്ടിലാണുള്ളത്. ഇനി 27-28 കിലോമീറ്റർ ഉധംപൂരിലേക്കുള്ളൂ.
അപ്പോൾ ഈ റൂട്ട് വരാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ പിന്നെ ഈസി റൂട്ട് കാണിച്ചു തരണം വന്നതാണ്. പക്ഷേ റോഡുകളൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊക്കെയാണ്. എന്താ വ്യൂ! തവി ബ്രിഡ്ജ്, നമ്മൾ ഉദംപൂർ റൂട്ട്. പെട്ടെന്നേ ആകെ ഒരു കലക്കവെള്ളം കണ്ടപ്പോൾ സൈഡാക്കിയതാ. കുത്തി ഒലിച്ച് ഒഴുകുകയാണ്. ഇതതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ. ദൂരം മലകൾക്കിടയിൽ കോട ഉണ്ടല്ലോ. ഫസ്റ്റ് ടൈം ഇതാ ലേത്തെ ബോർഡ് കണ്ട്. ലേ കണ്ടില്ലേ? ഉദംപൂർ 22 കിലോമീറ്റർ, ശ്രീനഗർ 202 കിലോമീറ്റർ, കാർഗിൽ 417 കിലോമീറ്റർ, ലേ 621 കിലോമീറ്റർ. ആഹാ, അങ്ങനെ ഒരു ബോർഡ്. ഈ പൊടിമഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ നല്ല മഴ. ഒന്നെങ്കിൽ പെയ്യുക അല്ലെങ്കിൽ പെയ്യാതിരിക്കുക. ആ ലോങ്ങായിട്ട് കോടയൊക്കെ കണ്ട. ഓക്കെ, മുന്നോട്ട് പോവാം. അങ്ങനെ ഞാനൊന്ന് കുറച്ചൊന്ന് സൈഡാക്കി. എന്താ ചാറ്റൽ മഴ ഇങ്ങനെ കാരണം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് വ്യൂ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ മലയോര പ്രദേശങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കോടയും കാര്യങ്ങളൊക്കെ നല്ലൊരു രസത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റൂട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇത് ഞാനേതായാലും പെട്ടു. റോഡ് വളരെ മോശമാണ്. കുണ്ടും കുഴിയും വെള്ളക്കെട്ടും, പിന്നെ റോഡ് സൈഡിലാണെങ്കിൽ മലയോര പ്രദേശത്ത് നിന്ന് മണ്ണിടിഞ്ഞിട്ടും അങ്ങനെയൊക്കെയുള്ള റൂട്ടാണ്. പിന്നെ ഇങ്ങനെ ഈ മലകളും വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോവാം. ഇനിയിപ്പോൾ ഉദംപൂരിലേക്ക് ഒരു 17 കിലോമീറ്ററാണുള്ളത്. 17 കിലോമീറ്റർ എന്ന ഉദംപൂർ. അവിടുന്ന് പിന്നെ ശ്രീനഗർ. അങ്ങനെയാണ് ഞാൻ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഈ റൂട്ട് വരില്ല. ശ്രീനഗറിൽ നിന്ന് നേരെ ജമ്മുവിലേക്ക് പോയിട്ട് അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട് കേട്ടോ, ഒരാൾ. നമ്മുടെ കാശ്മീർ താഴ്വരയിലെ ഒരു വിശിഷ്ട ഒന്ന് നോക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്, അതാണ് നോക്കുന്നത്. ബിസ്ക്കറ്റ് വേണം. അപ്പം ഞാനും അവനും കൂടി ബിസ്ക്കറ്റ് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഇവിടുത്തെ നാടൻ പട്ടിയാണ് ഇങ്ങനത്തെ തൊപ്പൊക്കെ ഉള്ളത്, രോമൊക്കെ ഇങ്ങനെ ഉള്ളത്. തിന്നോ. ആ മേലെ കണ്ടില്ല, അത് റെയിൽവേ ആണ്, റെയിൽവേ പാളാണത്. ഇവിടെ സൈഡിലൊക്കെ മേലെ നിന്നുള്ള വെള്ളച്ചാട്ടം താഴത്തേക്ക്. അതൊക്കെ മലയോര പ്രദേശങ്ങളാണ്. ഇപ്പം ഇങ്ങനെയുള്ള റൂട്ട് തന്നെയാണ്. ഈ മഴയാണ് ഇപ്പോൾ കുറച്ചൊരു പ്രശ്നമുള്ളത്. ഓക്കെ, അങ്ങനെ ഞാൻ ഉദംപൂരെത്തി. എന്നിട്ട് ഞാൻ ടയർ മാറ്റാന്നുള്ളതിൽ ഒരു ടയർ കടയിൽ വന്നു. പക്ഷേ ടയർ അയാൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടുന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മാറ്റണ്ടല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ 3000 രൂപ വരും ടയറിന്, സിയാറ്റിൻ്റെ ടയറിന്, യമഹയുടെ ടയറിന്, ബാക്ക് ടയറിന്. ഇവിടെ ചിലപ്പോൾ അതിലും കൂടുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ടയർ മാറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓക്കെ. അപ്പോൾ ഞാൻ അതിന് നൈട്രജൻ അടിച്ചു. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും കൂടിയിട്ട് നൈട്രജൻ എയർ അടിച്ചു. 150 ആണ് ഇവിടുത്തെ റേറ്റ്. ഇനിയിപ്പോൾ ശ്രീനഗർ റൂട്ടിലേക്കാണ് പോകുന്നത്. മഴ ഒരു രക്ഷയില്ല കേട്ടോ. മഴയാണ് ഇപ്പോൾ നമ്മുടെ യാത്രയിൽ അധികം വിഷ്വലൊന്നും എടുക്കാൻ പറ്റാതെ, റോഡ് വ്യൂ ഒന്നും. അതുകൊണ്ട് ശ്രീനഗർ റൂട്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടാണ്, ജമ്മുവിലേക്ക് ഇവിടുന്ന് റൈറ്റാണ്. അപ്പോൾ ഞാൻ ജമ്മു വഴി വന്നിരുന്നെങ്കിൽ ശരിക്കും ഈ റൂട്ട് വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ എത്തിയല്ലോ. ഓക്കെ, മുന്നോട്ട് പോവാം. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് ഇപ്പോൾ 170 സംതിങ് കിലോമീറ്റർ ശ്രീനഗറിലേക്കുള്ളൂ. ഇവിടുന്ന് റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ നോക്ക്. ഇവ ഫുള്ള് കോടയാണ് കേട്ടോ. പിന്നെ ഞാനൊരു ആർമിക്കാരനെ കണ്ടു, മലയാളീനെ, പയ്യന്നൂരുള്ള ആൾ പറഞ്ഞു ലാൻഡ് സ്ലൈഡ് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ബൈക്കാകുമ്പോൾ പിന്നെ ശ്രദ്ധിച്ചൊക്കെ പോവാം, നോക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പോണ റൂട്ടിന് കുറച്ച് സീനൊക്കെ ഉണ്ട് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നല്ല
ഈ മഴ ഇങ്ങനെ നിൽക്കണ കാരണമാണ്. ഇത് നല്ല രീതിയിൽ പെയ്യുന്നുമില്ല, ഇതിങ്ങനെ നിൽക്കുകയാണ്. അതാണ് റോഡ് വ്യൂ അധികം എടുക്കാൻ പറ്റാത്തത്. എന്നാലും ഞാൻ മാക്സിമം നോക്കുക കേട്ടോ. ഓക്കെ. മഴയാണ് മഴയാണ്. റോഡൊക്കെ കണ്ട ചെനാനിക്ക് 16 കിലോമീറ്റർ. ഫുൾ കോടയാണ്, ഫുൾ കോട. ആ പെട്രോൾ പമ്പൊക്കെ നിൽക്കാണ്ട് ഒരു മലഞ്ചെരുവിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഇടിച്ചിക്കണ്. അവിടെ സീനാണ്. അവിടെയാണ് പെട്രോൾ പമ്പ്. ഫുള്ള് കോടയാലോ. ഫുൾ കോടയായി. അയ്യോ, സമയം 3 മണിയാട്ടോ വൈകുന്നേരം. അതിനിടയ്ക്ക് ഞാനൊരു ചായയും ഒരു ബെന്നും ഇതൊക്കെ കഴിച്ചു. നല്ല മഴയായിരുന്നു ആ സമയത്ത്. ഫുള്ള് കോട, ഫുള്ള് കോട. എന്താല്ലേ, ഈ മഴയില്ലെങ്കിൽ അടിപൊളിയാണ്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം നോക്കുക. ഞാനിവിടുന്ന് ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. ഇത് ചെനാനി എന്നുള്ള സ്ഥലമാണ്. ചെനാനി ടണൽ ഇവിടുന്ന് 2 കിലോമീറ്റർ. ടണൽ കഴിഞ്ഞിട്ട് ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്ന ഒരു മലയാളി ഉണ്ട്. ആളെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഈ ഒരു റൂട്ട് വരുമ്പോൾ പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഈ അമർനാഥ് സീസൺ നടക്കുന്നത് കൊണ്ടേ അവിടെ ഒരു മന്ദിരമുണ്ട്. അപ്പോൾ നൈറ്റ് അവിടെ നിൽക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതാ ഈ റൂട്ടാണ് പോകേണ്ടത്. 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ചെനാനി ടണൽ. അങ്ങനെ ഇതാ ടണൽ കയറാൻ പോകുന്നു. അതിൻ്റെ ഉള്ളിൽ പിന്നെ മഴ കൊള്ളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ക്യാമറ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓണാക്കി. അല്ലെങ്കിൽ ഇവിടെ ആകെ സീനാട്. ടണൽ 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 ടണൽ. ഇതൊരു 1.5 ടണലാവും. ചൂട് തള്ളുണ്ട്, ചൂട്. അവൻ അടിപൊളി എക്സ്പീരിയൻസ്. അടിപൊളി. വൈബ് പരിപാടി. ഇന്ന് യാത്ര പുറപ്പെട്ടതിൽ സ്മൂത്തായിട്ട് വന്ന റോഡ് ആ ടണലിനുള്ളിൽ കൂടെ. ഇപ്പൊ അയ്യോ അടിപൊളി. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ പോയിട്ടാണ് നമ്മൾ ഒരു ആർമിക്കാരൻ നമ്മുടെ നാട്ടിലുള്ള ഞാൻ കോണ്ടാക്ട് ചെയ്ത്. ഇപ്പോൾ ആൾ 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. അവിടെ നിന്നും കുറച്ചും കൂടി അങ്ങനെ വന്ന് ഇവിടെ നോക്കും ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കണേ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കട്ടിങ് റോഡുമാണ്.
വേണ്ട കോട കണ്ട കോട. അപ്പം നമ്മളെ ടണൽ കഴിഞ്ഞ് 5-6 കിലോമീറ്റർ എന്നാണ് ബോസ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അവിടെ ഒരു മന്ദിരമുണ്ട്. പിന്നെ 6 മണിക്ക് ആളുടെ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റിയാൽ കാണാം. എന്തല്ല വണ്ടിയുള്ളവരൊക്കെ വേണം. ലൈറ്റൊക്കെ ഇട്ടുണ്ടല്ലോ. അടുത്ത ഒരു ടണലിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതധികം കിലോമീറ്റർ ഇല്ല തോന്നുന്നുണ്ട്. ഉണ്ടാവില്ല വിചാരിക്കണം. ഇത് അത്യാവശ്യം ദൂരമുണ്ട്. കഴിഞ്ഞു വെളിച്ചത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ അവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് ആള് മാപ്പ് അയച്ചു തന്നപ്പോൾ കുറച്ച് കിലോമീറ്റർ യൂട്ടേൺ എടുത്ത് വരണം. അവിടെ ഒരു മഹാദേവ ക്ഷേത്രം അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ റോഡ് സൈഡിൽ നമുക്ക് ഒരു വലിയൊരു ടാങ്കർ മറിഞ്ഞെടുക്കണേ. ഇവിടെയൊക്കെ ആക്സിഡൻറ്റ് ഏരിയ തന്നെയാണ് കേട്ടോ. സൂക്ഷിക്കാൻ. ഞാൻ നേരത്തെ ഒരു വണ്ടി കാണിച്ചു തന്നില്ലേ, നോക്ക്. അതാ മേലെ നിന്ന് ഇങ്ങോട്ട് വീണതാണത്, മേലത്തെ റോഡിൽ നിന്ന്. എന്താ അപ്പോൾ നമുക്ക് മുന്നേക്ക് പോവാം. നോക്കി എന്താ വൈബല്ലേ. അങ്ങനെ മഴ പെയ്യുന്നില്ല, ചെറിയ മഴ. കോട വൈബ് തന്നെ. നമ്മൾ നേരത്തെ കണ്ട വണ്ടി അതവിടെ, അതിൻ്റെ അടുത്ത് ആളൊക്കെ കൂടിയൊക്കെ ഉണ്ട്. നല്ല സൂക്ഷിക്കണം, കാരണം ഒക്കെ പെട്ടെന്ന് ടേണിങ്ങും ഇങ്ങനെയൊക്കെ അല്ലേ. ശരിക്കും നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ അടിപൊളിയാവും. നേരത്തെ കണ്ട ലോറി, ഇത് വേറെ ലോറി. അവിടെ താഴത്താണ് കോട. സമയം 6 മണിയായിട്ടാ. ഞാനെവിടെയെങ്കിലും സൈഡാവാൻ തന്നെ വിചാരിക്കണ്ടേ. റൂം എടുക്കൽ നമുക്ക് ചിലവാണ്. ഓക്കെ, നോക്കട്ടെ. ഇപ്പം അങ്ങനെ മഴ ഇല്ല കേട്ടോ, ചെറുതായിട്ടേ മഴ ഉള്ളൂ. ഇവിടുന്ന് ശ്രീനഗറിലേക്ക് 100 സംതിങ് ഉള്ളൂ, 150 താഴെ ഉള്ളൂ. അപ്പം നാളെ നമ്മൾ ശ്രീനഗറിൽ നമ്മുടെ ടയർ മാറ്റാന്നുള്ള പരിപാടി തൽക്കാലം വേണ്ടാന്ന് വെച്ചു. ടയർ അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് നമ്മുടെ മെക്കാനിക്ക് പറഞ്ഞത്. അങ്ങോട്ട് ലോങ് ആയിട്ട് നോക്കിയത്. വാവ്, താഴെയാണ് കോട. അങ്ങനെ അവിടെ ആർമിക്കാരുടെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. ആൾ ചോദിച്ചു എങ്ങോട്ടാണ്. അപ്പോൾ കറക്റ്റ് റൂട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു റൂട്ടിലേക്കാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എന്താ കാലാവസ്ഥ. എന്താ കാഴ്ച. ഇവിടെയാണ് അവരുടെ ക്യാമ്പുള്ളത്. അപ്പോൾ ആളൊന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം.
कैंप कैंप नीचे ना बढ़िया। उसका उधर मेरा दोस्त है केरला। अच्छा अच्छा नीचे नीचे ओके താഴത്തേക്കാണെന്നാ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആർമിക്കാരൊക്കെ നമ്മളോടൊക്കെ നല്ലതുപോലെ പെരുമാറും. വളരെ സൗഹൃദ മനോഭാവമുള്ള ആളുകളാണ്. എങ്ങട്ടാ ഇനിയിപ്പോൾ അവനൊന്ന് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, യാത്രി നിവാസ് ഹൈവേ. ഇവിടുന്ന് പിന്നെ എവിടേക്കോ ആണ്. കുരങ്ങന്മാരൊക്കെ കുഴിയാണത്. താഴത്തേക്ക് പോകണോ? എന്തായാലും കാലാവസ്ഥ ഇതിങ്ങനെ ഒരുപാട് താഴത്തേക്ക് പോകാണ്ടിട്ടാ. അവരെന്താ ക്യാമ്പ് പോകുമ്പോ വലിയ മലകളൊക്കെ. എല്ലാം താഴത്തേക്ക് പോകേണ്ടത്. അവിടെയല്ല, അവിടുന്ന് വീണ്ടും യൂട്ടേൺ എടുത്ത്. ആകെ യൂട്ടേൺ കളിയാണല്ലോ. എത്ര കിലോമീറ്റർ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അവിടുന്നാണ് അവൻ താഴത്തേക്ക് ഇറങ്ങി പറഞ്ഞപ്പോൾ ഞാൻ താഴത്തേക്ക് പോയി. അങ്ങനെ ആളെ കണ്ടു കേട്ടോ. ആളെ കണ്ട് ആൾ വേറെന്തൊരു അത്യാവശ്യ കാര്യം കൊണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പോൾ താഴത്തേക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി, വണ്ടി താഴത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടി മേലെ അവിടെ പാർക്ക് ചെയ്ത് സേഫായിട്ട് മൂടി വെച്ച് അങ്ങനെ ഞാൻ താഴത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് കാര്യം പറയണം. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഒരുപാട് വണ്ടികൾ ഞാൻ നേരത്തെ പാർക്ക് ചെയ്തിരിക്കണ കണ്ടില്ലേ. അങ്ങനൊരു സ്ഥലമാണത്. G84BN CRPF. നമുക്ക് താഴത്തേക്ക് പോവാം. സ്റ്റേ ചെയ്യാനൊരു സ്ഥലം കിട്ടിയാൽ ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ കാണാനുണ്ട്. അതിന് മേലേക്കുള്ള വ്യൂ നോക്ക്. ഇവിടെ ചെന്ന് ചോദിക്കണം. അയ്യാ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. രസമല്ലേ കാണാൻ. അങ്ങനെ ഞാൻ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. കയറുമ്പോൾ ബാഗൊക്കെ ചെക്ക് ചെയ്യും. നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം ആധാർ കാർഡ് കാണിച്ചിട്ട് നമുക്കൊരു ഡോർമെറ്റ്, ഒരു ബെഡ് നമ്പർ കിട്ടും. ഫ്രീ ആയിട്ടാണ് ഇവിടെ ഉറങ്ങാനുള്ള സൗകര്യം നമുക്ക് തരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് അമർനാഥ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് ഈ സമയത്ത് മാത്രമേ ഇവിടെ ഓപ്പൺ ആവുള്ളൂ. ഇത്രയും ബിൽഡിങ്ങിൽ നമുക്ക് ഉറങ്ങാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമേ ഇതൊരു ഓപ്പൺ ആവുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും. ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ സമയം അതുകൊണ്ട് എന്നെ ഇവിടെ പരിഗണിച്ചതാണ്. ഇനിയിപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ആയില്ല, അതുകൊണ്ട് റോഡ് ചിലപ്പോൾ ക്ലോസ്ഡൊക്കെ ആയിരിക്കും ഈ മഴയൊക്കെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ മെയിൻ ആളെ ഇന്ന് വൈകുന്നേരമല്ല നൈറ്റൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തു. ആൾ കുറച്ച് ബിസിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഞാനവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്നു. ഞാൻ പിന്നെ അതിനിടയ്ക്ക് ഫുഡ് കഴിച്ചു. അപ്പോൾ ആൾ ഷിജിൻ അല്ലേ പേര്? ഷിജിൻ എന്നാണ് പേര്. ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യുന്നത്? എന്താ പറയുക? CRPF. ഓക്കെ, CRPFിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജലന്ധറിലുള്ള ടീം CISF ആയിരുന്നു. അപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നാളത്തെ യാത്ര ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നാട്ടിലെവിടെയാണ്?
നാട്ടിൽ തലശ്ശേരി തലശ്ശേരി കണ്ണൂർ. നമ്മളെ ഫാമിലിയൊക്കെ തലശ്ശേരി കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഉണ്ട്, ഇരിട്ടി ഭാഗത്ത്. അതൊക്കെ ഞാൻ ആളോട് ഇങ്ങനെ പറയായിരുന്നു. ആളെ ഞാൻ ശരിക്കും ഇന്നാണ് നേരിട്ട് കാണുന്നത്. ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചില്ല ആണ് ഞാനിങ്ങനെ ഇവിടെ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്തതും ഇങ്ങനെ കാണാൻ പറ്റിയതും എനിക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയതും ഒക്കെ ആൾ കാരനാണ്. ഓക്കെ, നാട്ടിലൊക്കെ പോകാറില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആളുടെ ക്യാമ്പ് ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഞാനും കുറച്ചിങ്ങോട്ട് നടന്നു വന്ന്, ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് തിരിച്ചങ്ങോട്ട് നടന്നു പോവുകയാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്തതിൽ നാളെ ഇപ്പോൾ കാണാൻ പറ്റുമോ? നാളെ ഇല്ല, നാളെ അപ്പോൾ നമ്മൾ കാണില്ല. അപ്പോൾ രാവിലെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നാളെ വൈകുന്നേരം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ കാണാം. കാരണം നാളെ ഇവിടുന്ന് വിട്ടില്ലെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ കൂടും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ തന്നെ കൂടും. പറ്റുവാണെങ്കിൽ അങ്ങോട്ട് ഡ്യൂട്ടി എടുക്കുന്ന സ്ഥലത്തേക്ക്. എവിടെ? ഓക്കെ, അങ്ങോട്ട് നോക്കാം. നാളെ എന്തായാലും കോൺടാക്ട് ചെയ്യാം. നമ്പറൊക്കെ ഉണ്ടല്ലോ സേവായി. ഓക്കെ എന്നാൽ ശരി. അപ്പോൾ ഇതാ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. സംഭവം ഇവിടെ ഭയങ്കര സെറ്റപ്പ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെയാണ് സ്റ്റേ. നാളത്തെ കാര്യം ഇപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. കുറേ പേരെ വിടുന്നില്ല എന്നാണ് പറയണത്. കാരണം ഈ ശ്രീനഗർ പോണ റൂട്ടിൽ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വിടുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കേരള ടു ലഡാക്കിൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റി. ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ അടിപൊളിയാണ് ചുറ്റുപാട്. ഞാൻ പിന്നെ അത്ര ലേറ്റൊക്കെ പിന്നെ പോയി തുടങ്ങിയില്ല, അതുകൊണ്ട് പിന്നെ കാണിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നാളത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ കാണാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ.